Good afternoon. Good afternoon, madam. Good afternoon. ഇന്നത്തെ ക്ലാസ്സിന്റെ ക്ഷീണം കാരണമാണ് ഇന്ന് കുറച്ചു പേരൊന്നും ഇല്ലാത്തത്. രാവിലെ തുടങ്ങി മാരത്തോൺ ക്ലാസ് ആയിരുന്നു അല്ലേ നിങ്ങൾക്ക്? അപ്പൊ ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ എത്ര നേരം സ്കൂളിൽ ഇങ്ങനെ ഇരിക്കണത് ഒരേ സ്ഥലത്ത്, രാവിലെ പോയി വൈകുന്നേരം വരെ. നിങ്ങളും മാരത്തോണിലാ മാം? മാരത്തോൺ അതെ, ആണോ? വന്നോണ്ടിരിക്കുവാണോ? അല്ല, തീർക്കാനുള്ള മാരത്തോൺ. അതെ, തീർക്കാനുള്ള മാരത്തോൺ. അതെ, ഓക്കെ, ഫൈൻ. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലാസ് തീരുമ്പോഴേക്ക് 12:30 തുടങ്ങി 1:30 വരെയുള്ള ടൈം നിങ്ങൾക്ക് മിസ്സിംഗ് ആവും. അയ്യോ, എത്ര ക്ലാസ് ഞാൻ കയറിയില്ല, ക്ലാസ്സിലൊക്കെ കയറായിരുന്നു, ഇപ്പൊ ഒന്നാമത് എനിക്ക് ക്ലാസ് മിസ് ചെയ്യുന്നു എന്ന് എല്ലാരും പറയും. ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴും അങ്ങനെ തോന്നുന്നു മിസ്സേ, നല്ലപോലെ തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിയാറായപ്പോ എല്ലാരും ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേഴ്സണലായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോ അതെ അതെ, തമ്മിൽ കാണാതെ ശബ്ദം മാത്രം കേട്ടിട്ടുള്ള ഒരു ബന്ധമല്ലേ, അതിന് ഭയങ്കര ആഴമുണ്ട്. അതാണ് അതിന്റെ ഒരു രസം. പിന്നെ ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ട് വന്നപ്പോ ഞാനും സെബീനയും തമ്മിൽ ഏതാണ്ട് കുറച്ച് ബന്ധുക്കളായി. എന്റെ വീട് ആലപ്പുഴ ആയത് കാരണം ചങ്ങനാശ്ശേരി സെബീന, അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞങ്ങള് ബന്ധുക്കളായി മാറി. വെരി ഗുഡ്. ഓക്കെ, എനിവേ നിങ്ങൾ തന്നെ ഷെഡ്യൂൾ ചെയ്യും. കാരണം നമുക്ക് ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടഫ്. അത് ശരി തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്താ ഒരു പിക്ചർ കണ്ടു കേട്ടോ, ഒരു സ്ത്രീയുടെ ഒരു പ്രതിരൂപം എന്നും പറഞ്ഞിട്ടൊരു പിക്ചർ കണ്ടതാണ്. അതിനെന്തോ അവാർഡ് കിട്ടുമെന്തോ ചെയ്തു എന്ന് തോന്നുന്നു. 2 തൈലം കുട്ടികള് ബാക്കിൽ മുഴുവനും വീട്ടിലുള്ള ഫർണിച്ചറും സാധനങ്ങളും കുറെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇനഫ്. അതിൽ കൂടുതൽ സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരു പിക്ചർ സേസ് എ ലോട്ട് എന്ന് പറയുന്ന പോലെ അതിന് ക്യാപ്ഷൻ ഒന്നും വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും കണ്ടതേ മനസ്സിലായി. അതുപോലെ തന്നെ അപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ടഫാണ്, പക്ഷെ നമുക്ക് കഴിയും. നോക്കൂ, സമയം കണ്ടെത്തൂ. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ട് ഹോസ്പിറ്റൽ എമർജൻസീസ് ആയിരുന്നു എനിക്ക് കേട്ടോ. ഹസ്ബൻഡ്, കുട്ടികള്, ഹസ്ബൻഡിന്റെ പാരന്റ്സ്, അങ്ങനെ ഭയങ്കര ഒരു ഹോസ്പിറ്റൽ എമർജൻസി ആയിരുന്നു. കഴിഞ്ഞ ട്യൂസ്ഡേ അതുപോലെ അമ്മയ്ക്ക് ഒരു പ്രൊസീജിയർ ചെയ്യാൻ, ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. ഇന്നലെ സെക്കൻഡ് ഒപ്പീനിയന് വേറൊരു ഡോക്ടറെ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇടയ്ക്ക് ഞാൻ തന്നെയാണോ ഇതൊക്കെ ചെയ്തത്? കാരണം നമുക്ക് സംശയമാണ് നമുക്കത് പറ്റുമോ എന്നുള്ളത്. അതിനൊക്കെ മുമ്പ് ഈ ഒരു ഹോസ്പിറ്റൽ കേസ് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്നത്, ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയോ അതുമായിട്ട് പൊരുത്തപ്പെടുന്നു. അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെട്ടു പോകും ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ നമ്മൾക്ക് ഫാമിലി ഫ്രണ്ട്സ് 2 പേരുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഈ 3 ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകും. കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നിലത്തെ വർഷവും, കാരണം എന്റെ ഹോസ്പിറ്റൽ യാത്ര തുടങ്ങിയ ആ 2 വർഷങ്ങളിൽ എനിക്ക് അവരുടെ കൂടെ ജോയിൻ ആവാൻ പറ്റിയില്ല. ഹസ്ബൻഡ് മാത്രം പോകുമായിരുന്നു, എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റിയില്ല. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇതെല്ലാം കഴിയുമ്പോ എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒരു കുപ്പിന്ന് വന്ന ഭൂതമാണെന്ന് എനിക്ക് തോന്നുന്നു, തീരുമ്പോ പണി കിട്ടുവാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിവേ, വി ടീച്ചേഴ്സ് ആർ പ്ലാനിങ് ഫോർ എ ട്രിപ്പ്. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് എന്തോ ഓക്കെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഞങ്ങള് വരെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. എങ്ങോട്ടാ മേഡം പോണത്? എനിക്ക് അതിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എങ്ങോട്ടാണെങ്കിലും ഞാൻ പോവും. അവര് വിളിക്കുന്നിടത്തേക്ക് വേണം പോവും, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് പോകാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ കോഴ്സിന് മുമ്പാണെങ്കിൽ അങ്ങനെ പോകാറുണ്ടല്ലോ അല്ലെ, ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് പോകാറില്ലേ? ടീച്ചേഴ്സ് കുട്ടികൾ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ പോകുന്ന പോലെ പോകാൻ നോ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് തൊട്ടടുത്ത ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. എനിക്ക് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന കാര്യത്തിലായിരുന്നു ഞാൻ ഇല്ലാത്തപ്പോ പ്രശ്നം എന്താ വരിക, പുറത്തുനിന്ന് വാങ്ങി ഇവര് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. ഈ വരുന്ന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കുക്ക് ചെയ്യും. സോ അതെനിക്കിപ്പോ ഒരു ഭയങ്കര സഹായം. എല്ലാ ദിവസവും ഒന്നും കുക്ക് ചെയ്യാനൊന്നും ഞാൻ വിളിക്കില്ല.
ഇതുപോലെ ഞാൻ ഇങ്ങനെ പോയപ്പോ ഹോസ്പിറ്റലിൽ പോയ 2 ദിവസം അങ്ങനെ ആ ദിവസങ്ങളിലെല്ലാം ഒന്ന് ഭക്ഷണം നമ്മുടെ രീതിയൊക്കെ മനസ്സിലാക്കി ആള് കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അങ്ങനെ അത് എനിക്കൊരു എന്താ പറയാ വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആരെങ്കിലൊക്കെ എത്തിച്ചു തരുമല്ലോ ഗോഡ് അല്ലെ, ആ ഒരു അതുകൊണ്ട് കുഴപ്പം തോന്നുന്നില്ല. എനിവേ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ പ്രെയർ. ദൈവമേ, നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നേണം. പാഠമെന്നും എളുപ്പമാകണം, ശീലങ്ങൾ നല്ലതാക്കണം. പാഠമെന്നും എളുപ്പമാകണം, ശീലങ്ങൾ നല്ലതാക്കണം. നിന്റെ ചൈതന്യ ശക്തിയിനുള്ളിൽ നിത്യവും നിറഞ്ഞിടണം. നിന്റെ ചൈതന്യ ശക്തിയിനുള്ളിൽ നിത്യവും നിറഞ്ഞിടണം. എൻ്റെ പാദത്തെ നേർവഴി കാട്ടി കാത്തുകൊള്ളണേ ദൈവമേ. എൻ്റെ പാദത്തെ നേർവഴി കാട്ടി കാത്തുകൊള്ളണേ ദൈവമേ. ദൈവമേ, നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോർഷനിലേക്ക് പോവാം. യെസ് പ്ലീസ്. കോട്സ് പറയാം. ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നു. കുരുന്നു ചിരികൾ കെടാതെ കാക്കാം. ഏവർക്കും ശിശുദിന ആശംസകൾ. ജവഹർലാൽ നെഹ്റുവിന്റെ കോട്സ്. യെസ് പ്ലീസ്. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രധാന ആരാധനാലയങ്ങളുണ്ട്. ക്രിസ്ത്യൻസിന് ജെറുസലേം, വേളാങ്കണ്ണി, സെന്റ് പീറ്റേഴ്സ് ബസേലിക്ക. ഹിന്ദുസിനാണെങ്കിൽ വാരണാസി, കാശി, ശബരിമല. മുസ്ലിംസിന് പ്രധാനമായിട്ട് മക്ക, മദീന, മസ്ജിദുൽ കുബ, അങ്ങനെയൊക്കെ. അതിൽ എല്ലാവർക്കും പ്രധാനമായിട്ട് അറിയാവുന്ന കഅബ, അതായത് മക്ക, അതിന്റെ ഒരു മിത്തോളജി സ്റ്റോറിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. ഇബ്രാഹിം നബിയും മകനായ ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ ഉത്തരപ്രകാരം കഅബ നിർമ്മിക്കാൻ പുറപ്പെട്ടു. കഅബയുടെ നിർമ്മാണം അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും കഅബയുടെ കോർണറിൽ വയ്ക്കാൻ ഒരു പ്രത്യേക കല്ല് തേടി നടന്നു. ഇസ്മായിൽ നബി കുറെ അന്വേഷിച്ചെങ്കിലും അത് ലഭിച്ചില്ല. അപ്പോൾ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ല് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു. പിന്നീട് മുഹമ്മദ് നബിയുടെ കാലത്ത് കഅബയുടെ പുനർനിർമ്മാണം നടന്നപ്പോൾ ആ പവിത്രമായ കല്ല് സ്ഥാപിക്കുന്നതിനായി അവിടെയുള്ള ഗോത്രത്തലവന്മാർ തമ്മിൽ വളരെ തർക്കം നടന്നു. പ്രവാചകനായ മുഹമ്മദ് നബി ബുദ്ധിപൂർവം അതിന് ഒരു പരിഹാരം കണ്ടു. ഒരു വലിയ തുണിക്കഷ്ണത്തിൽ കല്ല് വെച്ച് ഓരോ ഗോത്ര നേതാക്കളെയും തുണിയുടെ വശങ്ങൾ പിടിച്ചുയർത്തുകയും പ്രവാചകൻ സ്വയം ആ കല്ലെടുത്ത് അതിന്റെ സ്ഥാനത്ത് വെച്ച് സമാധാനപരമായി ആ തർക്കം പരിഹരിച്ചു. മുസ്ലിങ്ങൾ പിന്നീട് ആ കല്ലിൽ അവിടെയാണ് ഉംറയും ഹജ്ജും നിർവഹിക്കുന്നത്. അതിൽ മുത്തമിടുകയോ അതിൽ തൊടുകയോ ചെയ്താൽ അത് സ്വർഗത്തിനെ തൊടുന്നത് പോലെ എന്നാണ് വിശ്വാസം. മുസ്ലിങ്ങൾ ഒരേ ദിശയായ കഅബയെ നേരിട്ടാണ് നമസ്കരിക്കുന്നത്.
കഅബ ചുറ്റുമ്പോൾ എല്ലാ മനുഷ്യരിലും ഒരു സൃഷ്ടാവിന്റെയോ സൃഷ്ടികളുടേതാണെന്നുള്ള ചിന്ത വരുന്നു. ധനികനും ദരിദ്രനും രാജാവും പ്രജയും ഒന്നും എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരേപോലെയുള്ള വസ്ത്രം ധരിച്ചാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. ഈ ലോകത്ത് പല മതങ്ങളുണ്ട്. എന്നാൽ ആരാധനയുടെ ലക്ഷ്യം എല്ലായിടത്തും ഒന്ന് തന്നെ. ആരും എവിടെ ചെന്നാലും ദൈവം ഒന്നേയുള്ളൂ. രൂപത്തിലല്ല, സ്നേഹത്തിലും നല്ല പ്രവൃത്തികളിലുമാണ് വസിക്കുന്നത്. നാം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന മനുഷ്യരാശിയുടെ നന്മയ്ക്കായിരിക്കുമ്പോൾ അത് മഹത്തരമാണ്. സത്യസന്ധതയിലേക്കും കരുണയിലേക്കും നീങ്ങുന്ന ഹൃദയമാണ് ഏറ്റവും വലിയ ആരാധനാലയം. നാം നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്തുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. നാളെയുടെ പ്രതീക്ഷയും വാഗ്ദാനവുമാണ് കുട്ടികൾ. അവരുടെ സ്വപ്നങ്ങൾ കേൾക്കുക, ചിരി വിലമതിക്കുക, കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വളരെയധികം പരിശ്രമിച്ച മഹാത്മാക്കളിൽ പ്രധാനിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ഇന്ന് എല്ലാവർക്കും ഒരു ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ സ്നേഹവും വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും മാനവിക മൂല്യങ്ങളും നൽകി വളർത്തുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെരി ഗുഡ്. അങ്ങനെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും കേൾക്കാത്തൊരു കഥയാവുമ്പോൾ അത് ഉള്ളിലേക്ക് കയറും. ലവ്, പീസ്, ഹാർമണി. ഓക്കെ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ മറിയ മോണ്ടിസോറി ആഗ്രഹിച്ചതും ഇത് തന്നെയായിരുന്നു. ഓക്കെ ഫൈൻ. സോ നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു അല്ലെ? സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, അതോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ? ഞാൻ അതിന്റെ സെൻസിറ്റീവ് പീരീഡ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ, റെഡിയാണോ? അത് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ആ 6 കുറിച്ച് നമ്മൾ പറഞ്ഞോ? അതോ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു, നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാനോ അങ്ങനെ എന്തോ ആണോ പറഞ്ഞേ? ഇല്ല, ഓരോരുത്തരെ എടുക്കാം. 6 പേരുണ്ടോ? റെഡിയാണോ? 6 കൂടുതലുണ്ടോ? ആ മാഡം, ഞാന് സെൻസിറ്റിവിറ്റി ഓർഡർ പറയാം. അതാണോ നമ്മുടെ ഫസ്റ്റ് വൺ? ഞാൻ ഷെയർ ചെയ്യട്ടെ. ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സോ സെൻസിറ്റീവ് പീരിയഡ്സ് കുട്ടിയുടെ ഡെവലപ്മെന്റില് ഒരു ബ്ലോക്സ് ആണ് ശരിക്കും, ആ ഫൗണ്ടേഷൻ സ്റ്റോൺ. സെൻസിറ്റീവ് ടു ഓർഡർ അതല്ലേ പറയാൻ പോകുന്നത്? ആരായിരുന്നു? അമ്പിളിയാണോ? Okay, sensitivity to order. In Montessori education, the sensitivity to order is a development stage from birth to around age 5, where a child has a strong inner need for routines, consistency, and a predictable environment. This sensitivity helps children feel secure and learn to recognize where things belong. To support this period, Montessori environments are prepared with clear, organized, and simple setups, and children are encouraged to follow routines like putting on activity away before starting another. The sensitivity period for order is a time when children have an innate desire for predictability and structure. This includes a need for consistency in their environment, routines, and the placement of objects. This sensitivity helps children develop a sense of security by understanding their surroundings and their place within them. എന്താന്ന് വെച്ചാല്, ഇപ്പോ സെൻസിറ്റിവിറ്റി പീരീഡ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി പല സ്കിൽസ് അതിന്റെ ഒരു കറക്റ്റ് ഏജില് ആ സ്കില്ല് പഠിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മരിയ മോണ്ടിസോറി സെൻസിറ്റീവ് പീരീഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ച് 6 പീരീഡ് ഉണ്ടായിരിക്കും. അതിൽ സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആണ് ഞാൻ പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ചാല്, ഒരു കുട്ടിക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ
ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ തന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ ഈ ജനിച്ച കുട്ടിക്കൊക്കെ എങ്ങനെ ഈ ഓർഡർ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് കുഞ്ഞ് കരയും. കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കുഞ്ഞ് കരയാണ് ചെയ്യുന്നത്. അതിപ്പോ ഏതൊരു ഡെലിവറി ടൈമിലും ഫസ്റ്റ് നമ്മൾ കുഞ്ഞ് കരയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ കരഞ്ഞില്ലെങ്കിൽ അതിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണല്ലോ നമ്മൾ കണക്കാക്കുക. അപ്പൊ കുട്ടി ഫസ്റ്റ് കരഞ്ഞു കഴിഞ്ഞാലാണ് ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അത് പാല് കുടിക്കാൻ തുടങ്ങും, പിന്നെ ഉറങ്ങും. പിന്നെ ഒരു 2-3 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാല് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് ഉണരും. പിന്നെ അലാറം വെച്ച പോലെ എണീച്ചിട്ട് കരയും. പിന്നെ പാല് കുടിക്കും, പിന്നെയും ഉറങ്ങും. അപ്പൊ അതാണ് പറയുന്നത്, ഈ ജനിച്ച സമയം മുതൽ തന്നെ ഒരു കുട്ടിക്ക് ഓർഡർ ഉണ്ടാവും എന്ന് പറയുന്നത്. അതൊരു ഏജ് വരെ അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഒരു ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയി കഴിയുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങും. ഇപ്പൊ 6 മാസം വരെ മുലപ്പാല് മാത്രം കുടിക്കണം എന്നാണല്ലോ പറയാ. അങ്ങനെയാണ് പല പേരൻസും അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറ്. അങ്ങനെയാണ് ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരിക, വേറെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആ ടൈം വന്നാ കരയും, നമ്മൾ കൊടുക്കും. അതങ്ങനെ ഒരു ഓർഡർ ആയിട്ട് തുടർന്നു പോകും. പിന്നെ ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിലും ആ ടൈം വന്നാൽ കുട്ടിക്ക് വിശന്ന് കുട്ടി കരയും, അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കും. അങ്ങനെ ചെറുപ്പം മുതലേ ഒരു ഓർഡർ ആയിട്ടാണ് ഇപ്പൊ കുട്ടികളെ ആണെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഇപ്പൊ ഇതിലൊരു ഓർഡർ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാല് ഇപ്പൊ വാശിയായി, കരച്ചിലായി, അങ്ങനെയൊക്കെ. ഇപ്പൊ ഉറങ്ങുന്ന ടൈം ആണെങ്കിലും ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ഉണ്ടായിരിക്കും. അപ്പൊ ആ ടൈമിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിയുക, അപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ട്രാവലിൽ പെട്ട് കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക് ഉറക്കത്തിന് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് വന്നു കഴിഞ്ഞാല് അപ്പൊ അവന് ഭയങ്കര വാശിയാവും. പിന്നെ അവന്റെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പൊ നമ്മൾ പാരന്റ്സ് പറയും, അവന്റെ ഇന്നത്തെ ശീലം മൊത്തം പോയി എന്ന് പറയും. അപ്പൊ ഇതിനെയാണ് മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കിയത് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കുട്ടികൾക്ക് ഒരു അടുക്കും ചിട്ടയും നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അത് ഉണ്ടാവും. അത് കുട്ടിക്ക് ഭാവിയിൽ വളരെയധികം ഉപകാരം ചെയ്യും. നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ അങ്ങനെ ചെറുപ്പം മുതലേ ഒരു ഓർഡറിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഭാവിയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക എന്നാണ്. അതാണ് സെൻസിറ്റിവിറ്റി ഓർഡർ. ഇതില് മൂവ്മെന്റ്സ് പറയുന്നുണ്ടോ മാഡം? മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് ഇതില് ഓർഡറിൽ പറയുന്നുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും, പിന്നെ അത് ഇതില് വരുമോ? വരും. ആ ആ ആ അങ്ങനെ ഇപ്പൊ നമ്മൾ മൂവ്മെന്റ്സ് ഇതില് പെടുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടി നടക്കില്ലല്ലോ. അപ്പോ ഫസ്റ്റ് തന്നെ കുട്ടി എണീറ്റ് നടക്കാനോ ഓടാനോ ഒന്നും തുടങ്ങില്ലല്ലോ. ഫസ്റ്റ് കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസമല്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെ ഫസ്റ്റ് നമ്മളെ നോക്കി ചിരിക്കും, പിന്നെ നമ്മളോട് ഇങ്ങനെ ഓരോന്നിങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, പിന്നെ കമിഴ്ന്ന് കിടക്കും, പിന്നെ ഇങ്ങനെ ജസ്റ്റ് കമിഴ്ന്ന് പിന്നെ കുട്ടി ഇങ്ങനെ നീന്താൻ തുടങ്ങും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വഴിയായിട്ടാണ് ഇങ്ങനെ അതൊരു ഓർഡറിലാണ് നടക്കുന്നത് ഈ മൂവ്മെന്റ്. പിന്നെ മുട്ടുകാല് വെച്ചിട്ട് നടന്ന് മെല്ലെ മുട്ടുകാല് വെച്ച് നല്ല നടന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും. പിന്നെ പിച്ച വെച്ച് നടന്നു തുടങ്ങും. ഇതും ഒരു ഓർഡറിലാണ് നടക്കുന്നത്. ഇപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ അതിന് നമ്മൾ അനുവദിക്കണം. ഇപ്പൊ നമ്മൾ കുട്ടികളെ ഇപ്പൊ നടക്കാൻ തുടങ്ങിയ ഒരു കുട്ടികളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കരുത്. അപ്പോ അതിന് നമ്മൾ അവർക്കൊരു റെസ്ട്രിക്റ്റ് കൊടുക്കരുത്. അവർക്ക് അതിനെ നമ്മൾ അനുവദിക്കണം. അപ്പോ അതാണ് ഒരു മൂവ്മെന്റ്സിനുള്ള അവസരം അവർക്ക് കൊടുക്കണം എന്നാണ്. ഇപ്പൊ ഈ മേരിയ മോണ്ടിസോറിയുടെ ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോയി കഴിഞ്ഞാലും കുട്ടികളെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുക്കി പിടിച്ചിരുത്തരുത്. അവർക്ക് മൂവ്മെന്റ്സിനുള്ള ഒരു ഇത് കൊടുക്കണം. നമ്മൾ അവർക്ക് ഓടാനും കളിക്കാനും അതിനൊക്കെ ഉള്ള ഒരു ഇട കൊടുക്കണം. അപ്പൊ അതും ഇങ്ങനെ ഈ ഓർഡറിൽ പെട്ടതാണ്. അങ്ങനെ പെട്ടെന്ന് കുട്ടികളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുക, പിന്നെ മുട്ടുകുത്തുക, പിന്നെ പിടിച്ചു നിൽക്കുക, പിന്നെ നടക്കുക, അങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിൽ ചെയ്യുന്നതിനെയാണ് സെൻസിറ്റീവ് ടു ഓർഡർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡം വിശദീകരിച്ച് തരണം.
ഓക്കെ. അമ്പിളി പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. കുട്ടി ജനിക്കുമ്പോ തന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒരു ഓർഡറിൽ തന്നെയാണ്. ആ കുട്ടി പിന്നെ എൻവിയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, സെൻസസ് യൂസ് ചെയ്ത എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്നത്, ഫീൽ ചെയ്യുന്നത് എല്ലാം വെച്ച് അവന്റെ ഉള്ളിൽ ഒരു ഓർഡർ ഫോം ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിള് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. ഇത് ആരെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനോ പറയാനോ ഉണ്ടോ? വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സരിത ഏത് പോർഷൻ ആയിരുന്നു? സരിത ലെഫ്റ്റ് ആവുകയാണെന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു. എവിടെ ഒരു മരണ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട്. സരിതയുടെ പോർഷൻ ഏതായിരുന്നു? 4-ാമത്തെയാണ് മാം. ഓക്കെ, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പം അമ്പിളി പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അമ്പിളി പറഞ്ഞു വന്നത് കുഞ്ഞ് ജനിച്ച് കുഞ്ഞൊരു വളർച്ച എത്തുന്ന ഏതൊരു കാലഘട്ടത്തിലും കുട്ടിയുടെ രീതികൾ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും. ചിലപ്പോൾ അവര് ഉറങ്ങുന്ന ഒരു സമയം, കരയുന്നത്, അവര് എന്തെങ്കിലും കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്, അവര് യൂറിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പൊട്ടി, എല്ലാം ഓരോ ടൈമിൽ. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ ഒരു ടൈമിൽ കുട്ടിക്ക് എന്താണ് നീഡ്സ് എന്നുള്ളത്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടി പിന്നെ അത് സറൗണ്ടിങ്സുമായി സെൻസിറ്റീവ് ആകുന്നു. സറൗണ്ടിങ്സ് കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഫീൽ ചെയ്യുന്നത്, മനസ്സിലാക്കുന്ന എല്ലാം വെച്ചിട്ട് അവനൊരു ഓർഡർ എന്ന് സ്വയം അങ്ങ് അസൈൻ ചെയ്യും. ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ എന്നുള്ള രീതിയിൽ. ഒരു എക്സാമ്പിൾ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. ഇറ്റലിയിലെ ഒരു ബീച്ചില് മറിയ മോണ്ടിസോറി പോയ സമയത്ത് അവിടെ ഒരു ഫാമിലി, കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്. അപ്പം മറിയ മോണ്ടിസോറി എപ്പോഴും കുട്ടികളെ ഒബ്സർവ് ചെയ്യല്ലോ. അപ്പൊ ഏകദേശം ഒരു 1.5 വയസ്സ് ആ ഒരു അത്രയും വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അതില്. കുട്ടിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബീച്ചാണ്, ചൂടുണ്ടാകും, ചൂടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു മാം ഈ കഥ. യെസ്, ഞാനൊന്ന് ബ്രീഫ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ കുട്ടികള് അവരുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ചെയ്യുന്ന ഒരു കാര്യം അതിന് വിപരീതമായിട്ട് ചെയ്ത് കണ്ടപ്പോ കുട്ടിക്ക് ഭയങ്കര വാശിയായി. അവനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനും കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അവിടെ കണ്ടതല്ലേ. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ചുറ്റും കാണുന്ന കാര്യങ്ങൾ അവർ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവന്റെ വീട്ടിലെ മറ്റു മെമ്പേഴ്സ്, അവർ റെഗുലർലി ചെയ്യുന്ന ചില കാര്യങ്ങൾ അവൻ ചിലപ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, അവന്റെ പപ്പ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകിട്ട് വരുന്നു. അപ്പൊ വരുന്ന സമയമാകുമ്പോൾ അവനറിയാം ഹി വിൽ കം എന്നുള്ള രീതിയിൽ അവൻ ചിലപ്പോൾ കാത്തു നിൽക്കും. വണ്ടിയുടെ ഒച്ച കേൾക്കുവാണെങ്കിൽ ദൂരേന്ന് കേട്ടാൽ പോലും അവന് മനസ്സിലാവും, അവൻ ഓടി വന്ന് നിൽക്കും. അതുപോലെ അവന്റെ സിബ്ലിങ്സ്, ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നതും സ്കൂൾ വിട്ട് വരുന്നതും അങ്ങനെയൊക്കെ ആ ഒരു എല്ലാത്തിന്റെയും ഒരു ഓർഡർ അവരിലുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഒരു 2.5-3 വയസ്സാകുമ്പോൾ നമുക്ക് വീട്ടില് നമ്മൾ വെച്ചെടുത്ത ഒരു സാധനവും കാണാനായിരിക്കും. നമ്മൾ അന്വേഷിച്ച് നടക്കുമായിരിക്കും, ഇവർ ഇതും കൊണ്ട് വരണ കാണാം. അപ്പം അവരുടെ സംബന്ധിച്ച് അത് ഇരിക്കേണ്ട സ്ഥലം വേറെ ആയിരിക്കും, അവരുടെ ഓർഡർ വേറെയാ. അഡൾട്ടിന്റെ ഓർഡറുമായിട്ട് നമുക്ക് ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരങ്ങനെ ഒരു ഭാഗത്തായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെ അത് അന്വേഷിച്ച് നമ്മൾ നടക്കുമ്പോൾ ഇവരത് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ തരും. അവരുടെ ഓർഡർ വേറെ ആയിരിക്കും. ഇതാണ് ആ ഒരു പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. അവർ കാണുന്ന കാര്യങ്ങളെല്ലാമായിട്ട് കണക്ട് ചെയ്ത ഒരു ഓർഡർ വയ്ക്കുന്നുണ്ടാവും. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികള് എപ്പോഴും നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും ഇവര് കരച്ചിൽ തുടങ്ങുന്നത്. അത് നമ്മുടെ ആ ടൈം വെച്ചാൽ നമ്മൾ 9 മാസം ഇവരെ ഗർഭം ചുമന്ന് ആ ഒരു റിലേഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ നമ്മളാ കഴിക്കാനിരിക്കുമ്പോ അപ്പോഴത്തേക്ക് തുടങ്ങും കരച്ചിൽ. അപ്പൊ അവർക്ക് അത് പൊതുവെ കണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതാണ് ചോദിച്ചത് എന്തെങ്കിലും മാഡത്തിന്. ടോയ്ലറ്ററി പർപ്പസും ഒക്കെ നടക്കുന്ന ആ ഒരു ടൈമിലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മള് കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും അവര് കരച്ചിൽ തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് വിശക്കുന്നു എന്നുള്ള ഒരു ഇതിലാണോ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലായിരുന്ന സമയത്തുള്ള റിലേഷനുമായിട്ടുള്ള ആ ഒരു ഇതാണോ ഈ പുറത്തു വരുമ്പോഴും അവരങ്ങനെ ചെയ്യുന്നത്? പുറത്ത് വന്ന് അവരൊന്ന് അഡാപ്റ്റഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. മറ്റേത് നമ്മളുടെ ആ ഒരു ചൂടിൽ തന്നെ അവരിങ്ങനെ കിടക്കുവാണല്ലോ. നമ്മളിൽ നിന്നും വേർപെടുത്തിയെങ്കിലും അത് ഒന്ന് അഡാപ്റ്റഡ് ആകാൻ ചിലപ്പോ സമയമെടുക്കും എന്നാണ് തോന്നുന്നത്. അതാണ് ഈ ഭയങ്കര കാറിക്കൂവി കരയുന്ന കുട്ടികൾ അമ്മയുടെ കയ്യിലെത്തുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇരുന്നങ്ങ് ഉറങ്ങും. നമ്മളുടെ അടുത്ത് ഉറങ്ങി കിടക്കുന്ന ആൾക്കാരായിരിക്കും അന്ന് നമ്മൾ വായിലോട്ട് ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ ഈ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൻ എന്റെ കയ്യിലല്ലാത്ത സമയമൊക്കെ ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. മോൾ അങ്ങനെ ആയിരുന്നില്ല.
അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡിന്റെ അച്ഛൻ ചോദിക്കും, ഇത് രാത്രി ഇങ്ങനെ ആവുമ്പോഴേക്ക് കരച്ചിലൊന്നുമില്ല, ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾ കരയുന്നാണല്ലോ പറയുന്നത്, അതൊക്കെ എന്താ അവൻ എന്റെ കരയാത്തെന്ന് വെച്ചാൽ എന്നോട് ചേർന്ന് ഇങ്ങനെ കിടക്കും. അപ്പൊ നമ്മളൊരു കൈ കൊണ്ട് ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പം അമ്മ പറയുമായിരുന്നു, അത് ജിഷയുടെ ചൂട് കിട്ടി അങ്ങനെ കിടക്കുമ്പം അവൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. വേറെ എവിടെ കൊണ്ട് കിടത്തിയാലും ഈ കുട്ടിക്കാരെ ഇത് ഉറങ്ങില്ല, കരഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ എന്റെ മോൻ രാത്രി ഒന്നും എന്നെ ഉറക്കിയിട്ടേ ഇല്ല. പല ഡോക്ടർമാരെ കാണിച്ചു. രാത്രി 2 മണിയാകുമ്പോ എഴുന്നേറ്റ് സ്ഥിരമുള്ള ലാസ്റ്റ് ഈ പണ്ടത്തെ ആൾക്കാര് അവരുടെ ഒരു പൊടിക്കൈ മരുന്നെന്ന രീതിയിൽ പഴുത്ത മടൽ, അതായത് ഓലമടൽ ഉണ്ടല്ലോ, ഓല പട്ടയില്ലേ, പട്ട പട്ട വാട്ടി പിഴിഞ്ഞിട്ട് കോഴിയുടെ തലയുണ്ടല്ലോ, ഒന്നും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിന്റെ ബ്ലഡ് അതിലിതാക്കിയിട്ട് നാക്കത്ത് വെച്ച് കൊടുത്തു. പിന്നെ അത് കരഞ്ഞിട്ടേ ഇല്ല. ആണോ? അതിലെന്തെങ്കിലും സയന്റിഫിക് ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പഴയ പല ഡോക്ടർമാരൊക്കെ കാണിച്ചു. ഇത് എന്താ രാത്രി ആകുമ്പോ എന്നും ഇത് തന്നെ, നമ്മൾ ഉറക്കിയിട്ടില്ല, ഒട്ടും ഉറക്കമില്ല. പകൽ സുഖമായിട്ട് കിടന്നുറങ്ങും, രാത്രി ഫുള്ള് കരച്ചിലാണ്. കരച്ചിലെന്ന് വെച്ചാൽ നിർത്താതെ കരച്ചില. പക്ഷെ ഇങ്ങനെ ചെയ്തേ പിന്നെ ആള് കരഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതെന്തോ എന്റെ സയന്റിഫിക് കാര്യം അന്വേഷിച്ചു പോയ അതൊന്നും അറിയേണ്ടതല്ലോ. എന്നാ ചൂടാക്കിയിട്ട് ഈ ബ്ലഡിൽ മുക്കോ? അല്ല പഴുത്ത ഓലയുടെ പച്ച പഴുത്ത മടലുണ്ടല്ലോ, ഉണക്കയല്ല, പഴുത്ത മടല്, മഞ്ഞ കളറിൽ വരുന്ന ഭാഗം. അത് വാട്ടി പിഴിഞ്ഞിട്ട് അതിന്റെ നീരെടുത്തു. എന്നിട്ട് കോഴിയുടെ പൂവുണ്ടല്ലോ, ഈ പൂവൻ കോഴിയുടെ തലയിലത്തെ പൂവ്, അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിന്റെ ആ ബ്ലഡ് എടുത്തിട്ട് ഇതിൽ ചാലിച്ചിട്ട് നാക്കത്ത് തേച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ആള് കരച്ചിട്ട് നിർത്തി, പിന്നെ കരഞ്ഞിട്ടേ ഇല്ല. കോഴി കരഞ്ഞോ? ഇതെന്താ മന്ത്രവാദമാണോ? കൂടോത്രാണെന്നാ തോന്നുന്നത്. പണ്ടത്തെ ആൾക്കാര് എന്റെ ഉമ്മാടുമ്മയൊക്കെ വെച്ചാൽ ഭയങ്കര ഈ വിശ്വാസമുള്ള ആൾക്കാരാണ്. മറ്റുള്ള ഈ കുട്ടികളെ സന്ധ്യ നേരത്ത് പൗഡർ ഇടിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു, അപ്പൊ ഉമ്മാടെ ഉമ്മ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ചെയ്തതാ. പക്ഷെ കുട്ടി പിന്നെ കരഞ്ഞിട്ടില്ല രാത്രിയിൽ. ഞാൻ ഇത്രക്ക് കേട്ടിട്ടില്ല, ഇങ്ങനെ ഓതുന്നത് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ചാത്തന്മാരുടെ ഓരോരോ കളികളാണ്. അതെ അതെ അതെ. മൃദുലക്ക് നല്ല പരിചയമാണെന്ന് തോന്നുന്നു, കുറെ നേരം കൊണ്ട് ചാത്തനെ പിടിച്ചിട്ടുണ്ട്. കാന്താര സിനിമ കണ്ടിട്ടില്ലേ? കണ്ടാ മതി. കുട്ടി പിന്നെ കരഞ്ഞില്ല, കുട്ടിക്ക് എന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാണോ എന്തോ അറിയില്ല, എന്തായാലും കൊള്ളാം. ഓക്കെ. ജീവനുള്ള കോഴിയാണോ അങ്ങനെ എടുത്തത്? അതോ ജീവനുള്ള കോഴിയുടെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? അല്ല, ചോര കുറച്ച് പൊടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മുറിഞ്ഞാൽ ചോര എങ്ങനെ വരും, അതുപോലെ ചെറുതായിട്ട് അതിന്റെ പൂവൊന്ന് ഇതാക്കിയിട്ട് തലേന്റെ പൂവ് ചോരിപ്പിച്ച് അങ്ങനെ. അതിനെ കാര്യമായി വേദനിപ്പിക്കാതെ പതുക്കെ ഒന്ന് എടുത്തു, അതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതിന് എത്രത്തോളം അറിയാം, എനിക്ക് ഉപ്പും ഇതും മുളകും അത് കാണുമ്പോ തന്നെ ഞാൻ പറയും, കുറെ നേരത്തേക്ക് നമ്മൾ എവിടെ ഇരുത്തില്ല, അത് മുഴുവൻ അടുപ്പിൽ കൊണ്ടിട്ട് അമ്മയൊക്കെ ചെയ്യുമ്പോഴേ അടുപ്പിൽ കൊണ്ടിട്ട് ആകെ പുകച്ച് പുറത്ത് ചാടിക്കുമ്പോ എനിക്ക് ഇതാണ് കണ്ണേറാണ്, അതാണ് ഇതാണെന്ന് പറയും. ചിലപ്പം ഇങ്ങനെ വല്യമ്മ പറയണ അതിന്റെ മണം കേട്ടോ, ഒരു ചീത്ത മണം വരുന്നില്ലേ, അതാണ് ഞാൻ ശരി. ഓക്കെ, ഇനി കൂടെ രസമാണ്, ചിലതൊന്നും ആർക്കും ഹാംഫുൾ അല്ലല്ലോ, അതുകൊണ്ട് പോട്ടെ, ലഡ്ഡം അവരത് ഫോളോ ചെയ്തോട്ടെ. ഓക്കെ, സോ ഓക്കെ, നമ്മളിപ്പോ സെൻസിറ്റിവിറ്റി ഓർഡറിൽ ഇനി കാര്യമായിട്ടൊന്നും പറയാനില്ല. എൻവിയോൺമെന്റ് സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആയ കുട്ടി ഓരോ കാര്യങ്ങളും. കുട്ടി കരയുന്നത് ശരിക്കും ആ സ്ട്രേഞ്ചർ ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി, പിന്നെ ഇവര് പുറത്ത് വന്നു കഴിയുമ്പം ഒന്ന് അഡാപ്റ്റഡ് ആകാനായിട്ട് സമയമെടുക്കും. ഒരു ബാച്ചിലർ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, മോൾ 5 വയസ്സായി, ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഇതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല, ചെറിയൊരു ആങ്സൈറ്റി ഇഷ്യൂ ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ലൈറ്റ് എങ്ങാനും ഓഫായി പോയി കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര പേടിയാ, ഒറ്റയ്ക്ക് ഒരു റൂമിലേക്കും പോവില്ല. പിന്നെ 5 വയസ്സുള്ള മോളല്ലേ, കുറച്ചുകൂടെ ഒന്ന് വലുതാവട്ടെ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇരുട്ടത്തെ കുട്ടി ആ റൂമിലേക്ക് കൊണ്ടുപോവുക, ലൈറ്റ് ഇടുക, പതുക്കെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരിക, നിങ്ങളും കൂടെ ഇരിക്കുക. നമ്മൾ സൈക്കിള് പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യാറ് കുട്ടികളെ, ബാക്കിൽ നമ്മൾ ആദ്യം പിടിക്കും,
അവരൊന്ന് ബാലൻസ് ആവണ കാണുമ്പോൾ നമ്മൾ പതുക്കെ കൈ അയക്കും, പക്ഷെ അവരറിയില്ല നമ്മൾ ബാക്കിലുണ്ട്, നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നൊരു ഫീൽ ആയിരിക്കും. വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർ സൈക്കിൾ ഓടിച്ചു പോകൂലെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഇരുട്ടിനെയും അതുപോലെ തന്നെ ഫേസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവരത് സക്സസ് ആയെന്ന് തോന്നുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബാച്ചിലർ ഒരു കുട്ടി മോൾക്ക് ഇങ്ങനെ ഇരുട്ട് പേടിയാന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ചില സമയത്ത് ഇരുട്ട് പേടിയാ, അല്ലാതെ ചിലപ്പോ ഇരുട്ട് പേടിയല്ല. ഇത് പ്രധാനമായിട്ടും ഹൊറർ സിനിമ ഭയങ്കര കൂടുതലായി കാണുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ രാത്രി തന്നെ കാണും. അപ്പൊ പെട്ടെന്ന് ഒരു ഭാഗത്ത് ഇരുട്ട് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പിക്ചേഴ്സും ഇമേജസും ഒക്കെ ആയിരിക്കുമല്ലോ, ഒരു പേടി തോന്നാറുണ്ട്, ഇല്ലാന്നില്ല. പെട്ടെന്നൊരു വാഴയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇരുട്ടത്ത് അല്ലാതെ ഭയങ്കര ഇരുട്ട് പേടിയൊന്നുമില്ല. ചില സമയങ്ങളിൽ ആ ഒരു ചിന്തകളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടോ അങ്ങനെ ഇരുട്ട് കാണുമ്പോൾ പേടി തോന്നും. പക്ഷെ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഇരുട്ട് പേടി, എനിക്കത് ഭയങ്കര പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഓക്കെ, അത് പിന്നെ ശരിയായെന്ന് തോന്നുന്നു, ആളിപ്പോ ഓക്കെ ആണെന്ന് തോന്നുന്നു. ശരിയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വന്നു. പെട്ടെന്നൊന്നും കുട്ടികൾക്ക് ആ ഇരുട്ടിനോടുള്ള പേടിയൊന്നും മാറില്ല. അപ്പൊ എത്ര പ്രായമായാലും ചില ആൾക്കാർക്ക് ആ പേടി ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഹസ്ബൻഡിന് നിലാവ് ഭയങ്കര പേടിയാണ്. ശരിക്കും നിലാവ് എന്ന് പറയുന്ന റൊമാൻസിന്റെ ഒരു പ്രതീകമാണല്ലോ നിലാവ് എന്ന് പറയുന്നത്. പക്ഷെ കവികളും ഒക്കെ കുറെ എഴുതിയിട്ടുണ്ടല്ലോ നിലാവിനെ കുറിച്ച്. പക്ഷെ ഹസ്ബൻഡിന് നിലാവ് ഭയങ്കര പേടി. ആദ്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ചിരി വന്നു. പിന്നെ ഞാൻ ആലോചിക്കുക, ഓരോ മനുഷ്യർക്കും ഓരോ പേടിയില്ലേ, അവരുടെ പേടി അവരുടെ പേടി. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നിലാവുള്ള സമയത്താണ് നിഴല് ഭയങ്കരമായിട്ട് കാണുന്നത്. നിഴലിന് രൂപങ്ങളുള്ള പോലെ നമുക്ക് തോന്നുന്നത് നിലാവുള്ള സമയത്താണ്. അതായിരിക്കേ ഉള്ളൂ, നല്ല വെളിച്ചമാണല്ലോ. അതായിരിക്കണം. ആത്മാക്കള് ഉള്ള സമയത്താണ്. അതിന് വിശ്വാസമുള്ള ആൾക്കാർക്ക് പേടി ഉണ്ടാവും ചിലപ്പോ. അതെ അതെ അതെ. ഓക്കെ, എനിവേ എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു പേടി കാണുമല്ലേ, അതൊരു ക്വൈറ്റ് നാച്ചുറൽ, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാണ്? സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ സെൻസസ്. വാവേ, ശ്രുതിയാണോ അടുത്തത്? സെൻസിറ്റിവിറ്റി 5 സെൻസ്. 5 സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടങ്. മാം ഒരു മിനിറ്റ് മാം, എന്റെ മോളിലൊന്ന് കൺട്രോൾ ആയിട്ടാ. സെൻസിറ്റിവിറ്റി ലേണിംഗ് ത്രൂ ദ 5 സെൻസസ്, ദ എബിലിറ്റി ടു യൂസ് സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച് ടു പ്രോസസ്, understand and remember new information. എന്നോട് സംസാരിക്കൂ എന്നാണ് പറയുന്നത്. മോളോട് അടുത്ത് തന്നെ വേണം മാം. കരയല്ലേ മാം, അത് വാശിയാ. 1.5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല വാശിയാ. അടുത്തിരുന്ന കുഴപ്പമില്ല. എന്റെ ബുക്കും കൊടുക്കണം. കയ്യിലിത്തിരി സെക്യൂർ ആവുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പേന വല്ലതും ഉണ്ടെങ്കിൽ പേന കൊടുക്കും. എന്റെ ബുക്ക് വേണം, ഞാൻ എന്തോ കയ്യിൽ വെച്ചിരിക്കുന്നത് അത് വേണം, അത്രേ ഉള്ളൂ. കുട്ടികൾ 5 സെൻസ് യൂസ് ചെയ്തിട്ട് അവരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ അവർ പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലേണിംഗ് 5 സെൻസ് ത്രൂ ലേണിംഗ് എന്ന് പറയുന്നത്. ആദ്യം കുട്ടികൾ സ്മെല്ലിംഗ്, നമ്മൾ ഇന്നലെ മാം നമുക്ക് ഡെമോ ഈവനിങ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പൂക്കളും ഇതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടികളെ സ്മെല്ല് ചെയ്യിപ്പിച്ച് ആ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ആ സ്മെല്ലില് കുട്ടികളത് എന്താ സ്മെൽ എന്ന് അവർ പഠിക്കും. കുട്ടികളാണെങ്കിലും കുറച്ച് വലിയവരാണെങ്കിലും ചിലർക്ക് ഇനി പോലും ഇത് സ്മെല്ല് വെറൈറ്റി കണ്ടുപിടിക്കാൻ അറിയില്ല. മാം 1 മിനിറ്റ്. നോ പ്രോബ്ലം ശ്രുതി, ഞാൻ വേണമെങ്കിൽ പറയാം, എന്നിട്ട് ശ്രുതി ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ശ്രുതിയുടെ ഫൈൻഡിങ്സ് മതിയോ? അങ്ങനെ മതിയോ? ഓക്കെ മാം. ഓക്കെ, സോ സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. നമ്മൾക്കറിയാം ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അവരുടെ 5 സെൻസസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സെൻസസ് യൂസ് ചെയ്ത് പഠിച്ചവർ പലരും പല ഭയങ്കര ഹൈ ലെവലിൽ എത്തിയ പല എമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസ്, അതും നമുക്കറിയാം അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനെ എല്ലാം. അതായത് ഹെലൻ കെല്ലർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും പുറത്തേക്ക് പോകണം, അവർക്ക് അതൊന്ന് അവരുടെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. വലുതാകുമ്പോഴും ആൾക്കാർക്ക് ഉണ്ടല്ലേ, യാത്രകൾ പോകണം, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണം, പുതിയ രീതിയിലുള്ള കൾച്ചർ കാണണം, ട്രഡീഷൻസ് മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, സൗകര്യമുള്ളത്. ചെറിയ പ്രായം തുടങ്ങിയ ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള
ഒരു ആഗ്രഹമാണ്. അവർക്ക് ഒരു ഭാഗത്ത് ഇരിക്കാനും ഇഷ്ടമല്ല. വീടിനകത്ത് തന്നെയാണെങ്കിൽ ഇരുത്തുന്നിടത്ത് തന്നെ ഇരിക്കണം എന്നില്ല, അവരിങ്ങനെ കറങ്ങി നടക്കും. പിന്നെ പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയാൽ ഭയങ്കര ഇതാണ്. ഈ ബീച്ചിലൊക്കെ പോകുമ്പോഴേക്കും കുട്ടികളുടെ സന്തോഷം കാണണം. പാർക്ക്, ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് അടങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർ പലതും ഒബ്സർവ് ചെയ്യുന്നു, പലതും ആലോചിക്കുന്നു. സംസാരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്നു, ടങ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കയ്യ്, അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഓരോന്നിങ്ങനെ ഒരുപുരാന്ന് ചെയ്തുകൊണ്ടിരിക്കും. അത് കൈ. അപ്പൊ കൈയും ഈ ടങ്കുമാണ് അവരുടെ ഈ അവർ എക്സ്പ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, ടൂൾസ് എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ പറയും കുട്ടികൾ കാണാം. പറയുന്നതും നമുക്ക് മനസ്സിലാവില്ല കുറയൊന്നും. പിന്നെ പുതിയ പുതിയ വാക്കുകൾ അവർ ഉപയോഗിക്കും, പല പല ശബ്ദങ്ങൾ അവരുണ്ടാക്കും. ഇപ്പൊ തന്നെ കുഞ്ഞിന്റെ നമ്മൾ കേട്ടില്ലേ, അതെല്ലാം ഇവരുടെ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു സ്ലീപ്പി ആയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയെ എല്ലാരും എന്താ പറയുന്നത്, ഈസ് എ ഗുഡ് ബോയ്, ഒരു ശല്യമില്ല, ഒരു ഭാഗത്തെത്തി അവിടെ ഇരുന്നോളൂ. പക്ഷെ അങ്ങനെ അല്ല ശരിക്കും കുട്ടികൾ വേണ്ടേന്നുള്ളത് നമുക്കറിയാം അല്ലെ. സംസാരിക്കാൻ അവരെന്തെങ്കിലുമൊക്കെ പറയണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അത് അപ്പൊ മറിയാം മോണ്ടിസോറി ഡീവിയേറ്റഡ് കാറ്റഗറിയിലാണ് ഈ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുന്ന കുട്ടികളെ പെടുത്തുന്നത്. ഗുഡ് ലിസ്റ്റിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറിയാം മോണ്ടിസോറിയുടെ ഇതിൽ ഗുഡ് ബാഡ് അങ്ങനെ കുട്ടികളെ തരംതിരിച്ചിട്ടില്ല. ഡീവിയേറ്റഡ്, നോർമലൈസ്ഡ് ആ ഒരു രീതിയിൽ മാത്രമാണ് അവരെ തരംതിരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡീവിയേറ്റഡ് കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു എൻവയോൺമെന്റിൽ നടക്കുന്നത്. അപ്പോൾ മറിയാം മോണ്ടിസോറി പറയുന്നത് മാൻസ് ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ടങ്കും ഹാൻഡും. ഇവരുടെ ശരീരത്തിലെ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ. അവരുടെ ആ ലാംഗ്വേജ്, അവർ സ്പീക്കിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ആ ടങ്കും, പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഹാൻഡ്സ്. ക്വസ്റ്റ്യൻസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും. അക്കോർഡിംഗ് ടു മറിയാം മോണ്ടിസോറി, ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. ഓക്കെ, ഈ ഒരു മൈൻഡ് ഡെവലപ്മെന്റ് നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും ഓരോ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്? അവര് ഓരോ രീതിയിലും കളിച്ച് അവരുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറവൂർ ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലെ അമ്മയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ പറവൂർ ടൗണിന്റെ ഏകദേശം ഹൃദയഭാഗത്ത് 3 ടോയ്സിന്റെ ഭയങ്കര ഹൈ ലെവലിലുള്ള 3 ടോയ്സ് ഷോപ്പ് കണ്ടു. ഇങ്ങനെ ഹസ്ബൻഡ് പറയായിരുന്നു, എന്തിനാ ഇത്രയും ടോയ്സ് ഷോപ്പ്, ഇതൊക്കെ ചെലവാകും എന്നുള്ളത്. പക്ഷെ ഭയങ്കര ബിസിനസ്സാണ് അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ആഘോഷങ്ങൾ നടത്തുന്ന ഒരു സമയമാണല്ലോ. എന്തിനും ഓരോ ആഘോഷങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും 50 പേരെ എങ്കിലും വിളിക്കുമായിരിക്കും. 50 പേരിൽ 40 പേരെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരുമായിരിക്കും. അപ്പൊ ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭയങ്കര സയന്റിഫിക് ആയിട്ട് ചെയ്ത ടോയ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഹൈ എൻഡിലുള്ള ടോയ് ഷോപ്പിലൊക്കെ ഉണ്ടാവുന്നത്. സാധാരണ ടോയ്സ് ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പൊട്ടി പോകുന്നതോ കുട്ടികൾക്ക് ഹാർംഫുൾ ആകുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നല്ല വിലയും കൂടുതലായിരിക്കും, നല്ല മെറ്റീരിയൽസ് കൊണ്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ആളുകൾ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ടോയ് ഷോപ്പ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള ബ്ലസ്സി കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ട് പ്യുവർ മോണ്ടിസോറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന്. അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ബ്ലസ്സി പറഞ്ഞത് 100-ൽ കൂടുതൽ കുട്ടികളുണ്ട്. M1, M2, M3 അങ്ങനെ 3-ഓ 4-ഓ ആയിട്ട് എങ്ങാണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അങ്ങനെ ബ്ലസ്സിക്ക് ഏതൊരു ക്ലാസ്സിന്റെ ചാർജോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അഡ്മിഷൻ ശരിക്കും അവിടെ വരുന്നുണ്ട്. പാരന്റ്സ് കൂടുതൽ അവെയർ ആയിരിക്കുന്നു, കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ഈ ഒരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുന്നത്. ഈ കൊച്ചിയിലെ ഇൻഫോ പാർക്കിനടുത്ത് മോണ്ടിസോറി സ്കൂളുകളുണ്ട്. അവിടെയെല്ലാം നിറയെ കുട്ടികളുണ്ട്. കാരണം അങ്ങനെ അല്ലാതെ ഒരു റിമോട്ട് ഏരിയയിൽ കൊണ്ടുപോയി ഒരു മോണ്ടിസോറി സ്കൂൾ വെച്ചാൽ അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കുമല്ലേ. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിമോട്ട് ഏരിയയിലായിരുന്നു. 16 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതും നൈബർഹുഡ് നിയർ ബൈ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് സാറിന് അറിയാം, അവർക്ക് സാധാരണക്കാരുടെ മക്കളാണ്. അവർക്ക് അത്രയും ഹൈ ഫീസ് തരാനായിട്ട് പറ്റില്ല. ഒരു സർവീസ് പോലെയാണ് അവരവിടെ നടത്തിയിരുന്നത്. ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു മോണ്ടിസോറി സ്കൂളായിരുന്നു അത്. അത് ക്ലോസ്ഡ് ആയി, നോക്കി നിർത്താൻ ആരും ഇല്ലാണ്ടായി പോയി. സാറ് ഫാമിലിയുടെ ഒപ്പം സിംഗപ്പൂർ സെറ്റിൽഡായി.
നോക്കാൻ പറ്റിയില്ല. എന്നോട് ചോദിച്ചു, പക്ഷെ ആ ടൈമിൽ ഞാൻ അത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. അവരും സ്ഥലത്തില്ല, നമ്മൾക്ക് അത്ര ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ അങ്ങനെ ഒരു സ്കൂൾ നോക്കി നടക്കാന്നുള്ളത്. പിന്നെ ഫ്ലഡ് വന്നു, ആ ഭാഗമെല്ലാം നല്ലപോലെ മുങ്ങിയിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ നശിച്ചുപോയോ എന്താണെന്നും ഒരു ഐഡിയ പിന്നെ അതിനെ കുറിച്ച് ഇല്ല. ഓക്കെ, എനിവേ അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ കൺസേൺ ആണ്. കാരണം കുട്ടികൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്രകൾ പോകാറുണ്ടല്ലേ. ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ലത് ലുലുവിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, കുഞ്ഞു ബേബി ആയിട്ട് വരുന്ന കാണാം. ഞാൻ നോക്കും, ഈ കുട്ടിയെ കൊണ്ട് വരുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാ എന്നൊക്കെ ആലോചിക്കും. അപ്പൊ ഞാനൊക്കെ ആദ്യം കൊച്ചുങ്ങളൊന്നും വലുതാവണവരെ ഒരിടത്ത് പുറത്തു പോകാൻ മടിച്ച് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ മടിക്കായിരുന്നില്ല വേണ്ട, എല്ലായിടത്തും ഇവരെ കൊണ്ടുപോകണമായിരുന്നു. ഞാനൊരു നമ്മളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ബാഗും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എല്ലാരും ഫ്രണ്ടിലും പുറകിലും ഒക്കെ ബാഗൊക്കെ തൂക്കിയിട്ട് നടക്കണം പിള്ളേരെ കൊണ്ട്, കൈ വീശി നടക്കണത്. നമ്മളങ്ങനെയല്ലല്ലോ നടന്നിരുന്നത്. അതെ അതെ, നമുക്ക് ഇങ്ങനെ എടുക്കുക തന്നെ വേണം. നമ്മൾ തന്നെ വിഷമിച്ചു പോകും കുറെ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വട്ടം പിടിക്കണം, അല്ലെങ്കിൽ തോളത്ത് ഇങ്ങനെ ഇതാക്കിയിടണം. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ പാരന്റ്സ് കൂടുതൽ കൺസേൺ ആണ്. നേരത്തെയുമാണ്, ഇല്ലെന്ന് പറയുന്നില്ല, കൺസേൺ ആണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകണം. കുട്ടിയുടെ മൂവ്മെന്റ്സ് പെട്ടെന്നൊന്നും ഇത് ഒരു ചാൻസ് അങ്ങനെ വന്നുണ്ടാകുന്ന മൂവ്മെന്റ്സ് അല്ല. ശരിക്കും ഈ അവനൊരു കാര്യം എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നീങ്ങുന്നത്. അവിടെ എന്തെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും, അത് എടുക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ അവർക്ക് സെൽഫായിട്ട് അവരുടെ ബോഡിയുടെ കോർഡിനേഷൻ, ആ കൺട്രോള് അവർ സ്വയം അങ്ങ് ചെയ്യും. ഒരു കാര്യം അവിടെ കിടക്കുന്നത് വേണം, അവരുടെ മൂവ്മെന്റ് അവർ കറക്റ്റ് ആക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് സെൻസിറ്റീവ് ആയിട്ടാണ് ഈ കുട്ടി വളരുന്നത്, കുട്ടിയുടെ ഡെവലപ്മെന്റ് വരുന്നത്. അവന്റെ ഇന്നർ ഗൈഡ് ഉള്ളിൽ നിന്നും എനിക്കത് എടുക്കാൻ പോകണം, ആ ഒരു ഇന്നർ ഗൈഡ് അവനെ എങ്ങനെ അങ്ങോട്ട് എത്തിക്കുവാണ്. അതെല്ലാം സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, ശ്രുതിനെ ആഡ് ചെയ്തോളൂ. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് മോളെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൈറ്റ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയതാ. ഒന്ന് കാണിച്ചു തന്നോട്ടെ മോളിനെ. ആള് കുഞ്ഞി ഹായ്, നോക്കണ്ട. കുഞ്ചിരിക്കും. ചിരിക്കുന്നുണ്ട്. കൊള്ളോ. മോൾക്ക് ഇങ്ങനെ ഡ്രസ്സ് 1.5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ തിങ്ക് ചെയ്യുന്നത് ഈ സെൻസ് ഒക്കെ ഇവർക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന്. ഞാനൊക്കെ എന്റെ അമ്മ ബിഫോർ മാരേജ് വരെയും ഏതാ ഡ്രസ്സ് എടുത്തതെന്ന് അത് ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. സെലക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ അവൾക്ക് അവളുടെ ഡ്രസ്സ് ഇപ്പോ ഒന്നെടുത്തോട്ട് ഇല്ല തലയാട്ടും, വേണ്ട നോ എന്ന് പറഞ്ഞത് തലയാട്ടും. സംസാരിക്കാൻ കിട്ടിയിട്ടില്ല, പക്ഷെ തലയാട്ടും. അപ്പൊ പിന്നെ നിർബന്ധിച്ച കരച്ചില. ആളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽ, സെൽഫ്. ഹായ്, കൊള്ളാലോ, നല്ല ഉടുപ്പാണല്ലോ അവയുടെ. അവൾക്ക് മലയാളം അറിയോ ശ്രുതി? അറിയാം മാം, ഞങ്ങൾ ഫുള്ളി മലയാളികളാ. ഞാൻ മാത്രമാണ് തമിഴ്നാട് പഠിച്ചതും വളർന്നതൊക്കെ. മതി മതി മതി. ഓക്കെ, സോ ശ്രുതി എന്തിനാ ആഡ് ചെയ്തോളൂ. മോണ്ടിസോറി മെറ്റീരിയൽസ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. മറിയ മോണ്ടിസോറി മനസ്സിലാക്കി തന്നെയാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഡൈഡാക്ടിക് മെറ്റീരിയൽസ് ആണ്, പ്രാക്ടിക്കൽ നോളജിന് വേണ്ടുന്ന മെറ്റീരിയൽസ്. ഡൈഡാക്ടിക് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്തത്. കാരണം വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല, അത് വെച്ച് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്തത്. ഇത് സെൻസിറ്റിവിറ്റി, ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണല്ലോ, അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അവരുടെ സെൻസിറ്റിവിറ്റി, അതായത് 5 സെൻസിനെ നല്ലപോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്. ഓക്കെ, ഫൈൻ, പ്ലീസ്. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, എന്തായാലും പ്രിപ്പയർ ചെയ്തത് അതിന് വേണ്ടിയിട്ട്. ഓക്കെ. സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്, ഇതാണ് 5 സെൻസ്. നമ്മുടെ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന 5 സെൻസ്. ഇതിനെ തമിഴില് ഐമ്പുലൻകൾ എന്ന് പറയും. അതായത് നമ്മുടെ മൊത്തം നമ്മളുടെ ബോഡി കൺട്രോൾ ചെയ്യണത് ഇത് ഫുള്ളാണ്. നമുക്ക് കാഴ്ചയില്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല, സൗണ്ട് കേൾക്കുന്നില്ലെങ്കിലും പറ്റില്ല, സ്മെല്ല് അറിയാത്തവർ എത്രയോ പേര് നല്ലവണ്ണം ബുദ്ധിമുട്ടിൽ ഉള്ളവരുണ്ട്. എസ്പെഷ്യലി ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മമ്മി. എൻ്റെ മദറിന് ഇപ്പോഴും സ്മെൽ പറ്റില്ല. സ്മെല്ലിങ് ഒരു 15 years ബിഫോർ സ്മെല്ലിങ് പോയതാണ്. ഒരു നോസിൽ ചെറിയ നമുക്ക് ജലദോഷം വരില്ലേ,
അതുപോലെ വന്നതാണ്. അതിനുശേഷം ഇന്ന വരെ അവർക്ക് എന്താ കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താ സ്മെല്ലൊന്നും അവർക്ക് അറിയില്ല. ജാസ്മിൻ കൊണ്ടുപോയി കൊടുത്താൽ പോലും ആ സ്മെല്ല് അറിയില്ല. പക്ഷെ അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ഇതായതാണ്. അപ്പൊ അതുപോലെ അല്ലാണ്ട് നമ്മൾ ഈ 5 സെൻസ് നമ്മുടെ കുട്ടികൾ ഓരോന്ന് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അത് അവർ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുകയും വേണം. ഇപ്പൊ സ്മെല്ലിങ് നമ്മൾ ഒരു ജാസ്മിൻ കൊടുത്തത് ജാസ്മിൻ ആണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് വേണം. അതേപോലെ കാണുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ എന്ത് കണ്ടാലും അത് ഇന്നതാണെന്ന് അറിയണം. ഇപ്പൊ നമ്മളൊരു ഫ്ലവറോ അല്ലെങ്കിൽ ബോളോ എന്താണ് കുറെ ടോയ്സ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് കാഴ്ച കറക്റ്റ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോ ഒരിക്കൽ പറഞ്ഞു കൊടുക്കാം, 2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, 3ാമത്തെ പ്രാവശ്യം പിന്നെയും മിസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് അവരുടെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അവരുടെ വിഷ്വലൈസിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ആണ്. അതേ നെക്സ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ മെറ്റീരിയലിൽ തന്നെ ഉള്ള ഒരു മെറ്റീരിയലാണ് സാൻഡ് പേപ്പർ മെറ്റീരിയൽ. ഇവിടെ മോൻ LKG-യിലാണ് എന്റെ. ഞാനിപ്പോ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് മൊത്തം മാം എന്റെ കുട്ടികളെ തിങ്ക് ചെയ്യും. എന്റെ മോൻ LKG-യിലാണ്, കുട്ടി ഇതും ചെറിയ 1.5 വയസ്സ് കുട്ടിയും. അപ്പൊ അവർക്ക് എങ്ങനെ വേണം, ഞാൻ ഉണ്ടാക്കുമ്പോ അവർ എന്റെ ഒപ്പം ഇരുന്നാ കേട് വരുത്തും. അവർ എണീക്കുമ്പോഴേക്കും ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. ഈ സാൻഡ് പേപ്പർ ഒക്കെ ഉണ്ടാക്കിയിട്ട് മോന് കൊടുത്തപ്പോ അവൻ അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തപ്പോ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ണുകൊണ്ട് കണ്ടു. നമ്മൾ ഇനി സ്കൂളിൽ കൊണ്ടുപോയി ഇനി ഒരാൾക്ക് കൊടുക്കേണ്ട വന്നില്ല. അവൻ തന്നെ ഇത് ബി ഇങ്ങനെ എഴുതണം. അവന് എഴുതാൻ തീരെ മടിയുള്ള കുട്ടിയാ. അപ്പൊ ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിച്ചു. എനിക്ക് മലയാളം എഴുതാൻ അറിയാത്തോണ്ട് അവൻ ഇതിനെയും പഠിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ ഹാൻഡ് നമ്മളെല്ലാം വന്നിട്ട് എന്താ ചെയ്യണേ, മാം പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയണെന്ന് അറിയുന്നില്ല. സൗണ്ട് കേൾക്കുന്ന ശേഷിയും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മറുപടി പറയണം. നമ്മുടെ കുട്ടികൾ പൊതുവെ നമ്മൾ സ്കൂളിലായിക്കോട്ടെ കുട്ടികൾ കുറച്ചു നേരം വാഷ്റൂമിൽ പോയി കാണാന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ റിപ്ലൈ തരുമ്പോഴാണ് അവരുടെ ഹിയറിംഗ് പവർ. ഇപ്പോൾ ജനിച്ച് 2 ദിവസം ആകുമ്പോഴേക്കും ഹിയറിംഗ് ടെസ്റ്റ് നടത്താനുള്ള മെയിൻ റീസൺ അതാണ്. ഹിയറിംഗ് ടെസ്റ്റ് നടത്തുമ്പോഴാണ് ഹിയറിംഗ് പവർ കറക്റ്റ് ആണോ എന്താണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചാൽ ആ 2 വയസ്സിലെ കുട്ടികൾക്ക് ഹിയറിംഗ് പവർ കറക്റ്റ് ആവോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. വലുതാവുമ്പോഴും ആ പ്രശ്നം വരുന്ന കുട്ടികൾ എത്രയോ ഉണ്ട്. കറക്റ്റ് ആണോന്ന് അറിയില്ല മാം. നമ്മൾ ജനിച്ച അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുക. എന്റെ 2 കുട്ടികൾക്ക് അങ്ങനെ ചെയ്തിരുന്നത്. അത് ഇവർക്ക് കുഴപ്പമില്ല, പക്ഷെ ചിലർ കംപ്ലൈന്റ് പറയാറുണ്ട്, പിന്നീട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ 5 സെൻസും ആർക്ക് നമ്മൾ ഫുള്ളായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായി യൂസ് ചെയ്യാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം എന്നാണ് എനിക്കിതിലിപ്പോ മാം പറഞ്ഞതിൽ കൂടുതൽ ആഡ് ചെയ്യാനുള്ളത്. മാം എല്ലാം കൂടുതൽ ഞാൻ പറയാൻ വെച്ചതൊക്കെ മാം കുറെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ശ്രുതിയുടെ മമ്മിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു മൂവി ഓർക്കുന്നത്. മൂവി ഒറിജിനൽ ലാംഗ്വേജ് തെലുങ്കാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ തമിഴിലാണ് അത് കണ്ടത്. എന്താ പറയാ ലേഡിയുടെ പേര് നയൻതാരയുടെ ഒരു മൂവിയായിരുന്നു. അവര് ഒരു ഷെഫ് ആകാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് എങ്ങനെയോ അവരുടെ ടേസ്റ്റ് പോകുന്നതാണ്, നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് അവരത് സ്മെല് ചെയ്തിട്ടാണ് മനസ്സിലാക്കി അവർ ഹൈ പൊസിഷനിലേക്ക് വരുന്നത്. എത്ര പഞ്ചസാര ഇട്ടിട്ടും അവര് പറയണ ഫ്രൂട്ട് ജ്യൂസിന് മധുരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ച് അങ്ങനെയാണ് അവർക്ക് ആ ഒരു പ്രശ്നം പറ്റുന്നത്. ടേസ്റ്റേ പോകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം കഴിക്കാനും പല ഫുഡിനോടും നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. നമുക്ക് ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ട എന്ത് ചെയ്യൂലേ? വല്ലാത്തൊരവസ്ഥയാണ്. മണം പിന്നെയും സഹിക്കാം, ടേസ്റ്റ് ആണ് ഒരു. നമ്മളിപ്പോ ഇങ്ങനെ പറയണത് ക്യാൻസർ പേഷ്യൻസ് ഇല്ലേ, എത്ര പേർക്ക് അറിയാന്നറിയാം. ഈ ക്യാൻസർ പേഷ്യൻസിന് അവർ ഹീമോ ചെയ്യുന്ന സമയത്ത് അവർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല മാം. അവരുടെ നാക്കത്തെ ആ ടേസ്റ്റിങ് ആ സെൽസ് ഉണ്ടല്ലോ, നമ്മൾ ഹീമോ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സെൽസും ഡെത്ത് ആവുക എന്നാ പറയാ. അല്ലാണ്ട് ആ പോർഷൻ ആ സെൽസും ഡെത്ത് ആവും. ആ ഒരു ഹീമോ എല്ലാം കഴിഞ്ഞ് റേഡിയേഷൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ആവുമ്പോഴാണ് അവരുടെ ടേസ്റ്റ് തിരിച്ചു വരിക. കിട്ടുന്നത് ശരിയാ. നമ്മള് ബാഡ് ആയിട്ടുള്ള ഒരു സെല്ലിനെ നശിപ്പിക്കാനായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുപാടുമുള്ള നല്ല സെൽസും കൂടെ ഡാമേജ് ആവുകയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതും എന്റെ അനുഭവം തന്നെ മാം. ഇതും എന്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിലായിരുന്നു. അപ്പൊ അതും നമ്മൾ ഫീൽ ചെയ്ത് വന്നതാ. ഓക്കെ, സോ അതായിരുന്നു സെൻസിറ്റിവിറ്റി സെൻസസ്, നമ്മളുടെ 5 സെൻസസ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ്, കുട്ടികളെ 5 സെൻസസ് നമ്മൾ മുന്നിൽ വെച്ചിട്ട് വേണം അവരെ ഡെവലപ്മെന്റ് സ്റ്റേജസിന് മാക്സിമം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ മറിയാം മോണ്ടിസോറി സെൻസോറിയൽ എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തതാണ്. ത്രൂ സെൻസസ് ആണ് കുട്ടികളെല്ലാം കാര്യങ്ങൾ കൂടുതൽ
മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഡൈഡാക്ടിക് മെറ്റീരിയൽസ്, പ്രാക്ടിക്കൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവര് പ്രൊവൈഡ് ചെയ്തു. ഓരോ മെറ്റീരിയലും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വെറുതെ ഉള്ളൊരു ടോയ്സോ ഒന്നുമല്ല. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളത് കണ്ടിന്യൂസ് റിപ്പീറ്റേഷൻ തന്നെയാണ് അതിന്റെ മെയിൻ കാര്യം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾക്ക് എന്താ മടുക്കുന്നില്ലേ, ഒരേ കാര്യം തന്നെ എത്ര പ്രാവശ്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കും ഒരു ദിവസം. പക്ഷെ റിപ്പീറ്റേഷൻ ആണ് അവരുടെ ആ ഡെവലപ്മെന്റിലെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്. ഇതാരായിരുന്നു? ഞാനാണ് മാം, സബീന. പ്ലീസ്. Children have the craving to pay attention to small objects from 2 years of age. A toddler of 4 people, when taking a stroll in a garden, will focus his attention on a ladybird or army of ants, zigzag passage instead of looking at the breath, taking a view of a sense. Sensitivity to small objects is an important development because it helps widen the child's observation and allow the child to concentrate his intellectual powers on a specific problem. Sensitivity to small detail draws the child to the finest objects. When the child is drawn to small things, the sensitivity holds the child's attention, therefore an extended period, the ability to focus. അതായത് സെൻസിറ്റിവിറ്റി പീരീഡിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്മോൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ചെറിയ വസ്തുക്കളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പീരീഡ് ആയിട്ടാണ് ഇത് കാണുന്നത്. അതായത് 2 വയസ്സ് മുതൽ കുട്ടികളെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഘട്ടമാണിത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി നമ്മളൊരു വലിയൊരു ഗാർഡനിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ കാണും. അതായത് ഇപ്പൊ ഒരു ഗാർഡനിൽ പോയിരുന്നാൽ അവിടെ മരം, അല്ലെങ്കിൽ വലിയ വേറെ എന്തെങ്കിലും സ്റ്റാച്ചു, അല്ലെ അങ്ങനെ എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങൾ കാണുന്നതിന് ഈ കുഞ്ഞുങ്ങൾ കാണുന്ന ചിലപ്പോൾ അട്ട, പുഴു, അല്ലെങ്കിൽ ഉറുമ്പ്, അങ്ങനെ നമ്മൾ കാണാത്ത കുറെ സാധനം. എക്സാമ്പിൾ പറഞ്ഞാൽ, വീട്ടിൽ തന്നെ എവിടെ നിന്നൊക്കെയോ അട്ടയെ പിടിച്ചോണ്ട് വരും, എവിടെ നിന്നൊക്കെയോ പുഴുവിനെ പിടിച്ചോണ്ട് വരും. കിട്ടാത്ത ബട്ടൺസ് എല്ലാം പിള്ളേർ വായി വെക്കും. എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കാണാതെ പോകുന്നു, ഇതുങ്ങൾ അത് എല്ലാം തപ്പിപ്പിടിച്ച് ഒരു വിധത്തിൽ ഒന്നേ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പൊ നിസ്സാരം പറയാം, ഇപ്പം ബീച്ചിൽ പോവാം, അവിടെ നിന്ന് തന്നെ എന്തൊക്കെയാ പെറുക്കിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം വീടുകളിലെ തന്നെ സാധനങ്ങൾ. നമ്മുടെ ഇപ്പൊ കസിൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരും, ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സ് അവർക്ക് എങ്ങാണോ ഒന്ന് കൊടുത്താൽ അന്ന് അവിടെ ബഹളമായിരിക്കും. എന്താന്ന് ചോദിച്ചാൽ അവര് ഇതെന്റെ ഉമ്മിയുടെയാ, അല്ലെ ഇതിന്റെ അച്ചാടെയാ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ, അതായത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ചിലപ്പോ നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് ചുമ്മാ ഓർക്കാതെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് ഒബ്സർവേഷൻ ആണ് കുഞ്ഞുങ്ങളുടെ. അതായത് കുട്ടിക്ക് നിരീക്ഷിക്കാനുള്ള കഴിവ്, പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളിലും ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘട്ടമായത്. ഇത് 2 വയസ്സ് മുതലാണ് ആരംഭിക്കുന്നത്. ഒരു കുട്ടിക്ക് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ അത് നിയന്ത്രിക്കുകയും ഒരു പ്രത്യേകമായിട്ടൊരു ഒബ്ജക്റ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അതായത് ഒരു വസ്തുവിലോട്ട് കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ അതിന്റെ സ്മോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ ഈ കുഞ്ഞുങ്ങള് നമ്മളോട് പറയും. നമ്മൾ ഞെട്ടിപ്പോയി, ഇതെന്താ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകാത്ത കുറെ കാര്യങ്ങൾ. ഇപ്പം സിനിമയൊക്കെ കാണുകയാണെങ്കിലും അതിനകത്ത് ഇപ്പോഴത്തെ പിള്ളേരുടെ കുറച്ചുകൂടെ ഇപ്പൊ ഈ ലോകയെന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങി. എന്റെ മോളൊക്കെ പറയുന്ന ഇതിനകത്തൊന്നും കാണാത്ത കഥകളാണ് അവള് പറയുന്നത്. അത് അവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മളെന്താ ചുമ്മാ ആ ക്യാരക്ടേഴ്സിനെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങള് എന്തൊക്കെ ഉണ്ടോ ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനകത്ത് ഒബ്സർവ് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഒരു പീരീഡ് ആണെന്നാണ് എൻ്റെ യെസ്, വെരി ഗുഡ്. ഇത് തന്നെയാണ് നമുക്ക് പലതുമായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ വീട്ടില് ഫ്ലോറിൽ എന്തെങ്കിലും ചെറിയ കടുകുമണിയാണെങ്കിലും അതും ഇവരുടെ കണ്ണിൽ പെടും. അപ്പൊ ഈ ചെറിയ കാര്യങ്ങളോട് ഇവർക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ അട്ടയെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എന്റെ വീട്ടിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലല്ലോ ആ സമയത്ത്. അപ്പൊ അതൊക്കെ പറയുന്ന കേൾക്കാം.
ഓക്കെ, അപ്പൊ അങ്ങനെ മൈന്യൂട്ട് മൂവിങ് ആയിട്ടുള്ളത് കാണുമ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ പുഴുവൊക്കെ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതും അട്ട പോകുന്നതും ഒക്കെ എത്ര നേരം വേണമെങ്കിലും ഇവര് നോക്കി നിൽക്കും. ഈ ഉറുമ്പിന്റെ കൂട്ടം ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നതും അങ്ങനെ എല്ലാം നമ്മള് കാണാത്ത പല കാഴ്ചകളും. ആ പ്രായത്തിൽ ആ പ്രായത്തിൽ പേടി എന്ന് പറയുന്നൊരു സാധനം ഇല്ലല്ലോ. നമ്മളായിട്ടല്ലേ മനുഷ്യരായിട്ടാണ് അതിനെ പേടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുഴു അല്ലെ ഒരു അട്ട അല്ലെ ഒരു പഴുതാര പോകുമ്പോൾ അത് കടിക്കും നമ്മൾ പറഞ്ഞ് പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനെ തള്ളി പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് അതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞ അത് വന്ന് നിന്നെ പിടിക്കും എന്നൊരു പേടിപ്പിക്കലും കൂടി ആകുമ്പോഴേക്കും പിന്നെ ചില ആളുകളെ വെച്ച് പറയും. പിന്നെ ആളെ കാണുമ്പോ കുട്ടി ഭയങ്കര ടെൻഷന്. അങ്ങനെയും ജയിക്കാറുണ്ട്. എന്തൊക്കെയോ എത്രയൊക്കെയോ ലോകത്തിലില്ലാത്ത മാക്കാൻ കൊറേ ഓരോരുത്തരോരെന്ന് പറയത്തില്ലേ. അതല്ലേ, അങ്ങനെ ഒരു ചാക്കുകാരൻ വരുന്നു എന്നാണ്ടൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ അങ്ങനെ ചിലവരെ കാണും. പിന്നെ ചില കുട്ടികൾക്ക് താടിയുള്ളവരെ കാണുമ്പോ ഒരു പേടി, താടി ഇല്ലാത്തവര് പ്രോബ്ലം ഇല്ല, ഇങ്ങനെയൊക്കെ അതും കേട്ടിട്ടുണ്ട്. അവരതും അങ്ങനെയുള്ള കാര്യങ്ങളോടും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ശ്വാസം അടക്കി പിടിച്ചിട്ടായിരിക്കും പലപ്പോഴും അവർ ഈ കാഴ്ചകൾ കാണുന്നത്. ഇത് അവരുടെ ഒരു സെൻസിറ്റീവ് പീരീഡിലുള്ള ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് വാക്കിംഗ്. അത് നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം കുട്ടികൾ വീഴും, കുറെ കഴിയും പിന്നെയും വീഴും, പിന്നെയും നടക്കും പിന്നെയും വീഴും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ബോഡി ബാലൻസ് കിട്ടുന്നത് അത് അമ്മമാര് പറയും. പുറത്തുനിന്ന് ഒരാൾ വന്ന് കുട്ടി നടക്കണ അയ്യോ പിടിച്ചു ഇപ്പൊ വീഴും. അപ്പൊ അമ്മ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയും ഇല്ല വീഴില്ല. കാരണം കുട്ടി ബോഡി ബാലൻസും ആ ഒരു കോർഡിനേഷൻ കൺട്രോൾ ആയി കഴിഞ്ഞു എന്നുള്ളത് ആദ്യം തിരിച്ചറിയുന്നത് കുട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ അമ്മയാകാം അച്ഛനാകാം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പറയുന്നത് നമുക്ക് വീഴില്ല, അവർ വളരെ കോൺഫിഡൻസോട് കൂടി പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ആരായിരുന്നു പറയാന്ന് പറഞ്ഞേ? ഞാനാണ് മാം. പ്ലീസ്. ഓക്കെ. Child enters into this period at about 2.5 till 4 years of age. Coordination of movement means bringing the body under the control of will. It is important to note that existence of the sensitive period for coordination of movement only means that there is a voluntary appetite to perform and repeat movement purely for the sake of gaining after and more precise control. അതായത് ഏകദേശം 2-2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ചലിക്കാനുള്ള ചലനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തമായ ആഗ്രഹം വരുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ നടക്കുകയും ഓടുകയും ചാടുകയും പിന്നെ ഓരോ വസ്തുക്കൾ എടുക്കുകയും അതവിടെ വെക്കുകയും മുതലായ ചലനങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇത് പിന്നെ കുട്ടികളുടെ പിന്നെ കൃത്യമായ നിയന്ത്രണവും നേടാനാണ് കുട്ടി ശ്രമിക്കുന്നത്. അതായത് കുട്ടികൾ ഓരോന്ന് പിന്നെ കുറെ നടക്കുകയും പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ അവരുടെ മൂവ്മെന്റിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനായി അവർക്ക് അനുയോജ്യമായൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ഘട്ടത്തിലാണ് അവരുടെ മോട്ടോർ സ്കിൽസ് വളരുന്നത്. അതേപോലെ തന്നെ ബാലൻസും അജിലിറ്റിയും, അതായത് അജിലിറ്റിയാണ് ഒരു ചടുലത എന്നിവ വികസിപ്പിക്കുന്നതിലൂടെ അത് അവരുടെ സെൽഫ് കോൺസെപ്റ്റിനെ തന്നെ വളർത്തുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് കുട്ടികള് ആദ്യം തന്നെ നടക്കാൻ ശരിയായി നടക്കുന്നില്ല. അവര് ചുവടുകൾ വെക്കുന്നു, വീഴുന്നു, പിന്നെ ഇതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് ശരിയാവുന്നത്. അവരുടെ ശരീരത്തെ നിയന്ത്രിച്ച് മൂവ്മെന്റിനെ ഇംപ്രൂവ് ആക്കുക ചെയ്യുന്നത്. ഇങ്ങനെ പിന്നെ അവരുടെ മൂവ്മെന്റിനെ ഇംപ്രൂവ് ആക്കാനുള്ള ചില എന്തൊക്കെ നമുക്ക് നൽകാം. അതെ, ഈ സ്റ്റെയർ കയറുന്നത് വഴി അവർക്ക് പിന്നെ ഈ ഒരു മിനിറ്റ് മാം. കുട്ടികൾ പടികൾ കയറി ഇറങ്ങുന്നത് വഴി പിന്നെ അവർക്ക് അവരുടെ ബാലൻസും ഭാരം നിയന്ത്രിക്കാനും കാലിന്റെ കൺട്രോളൊക്കെ അവർക്ക് കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, പിന്നെ തറയിൽ ഒരു പിന്നെ നേർരേഖ വരയ്ക്കുക, എന്നിട്ട് അതിലൂടെ നടക്കാൻ പറയുക. അതിലൂടെ നടക്കാൻ പറയുമ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ശരീര നിയന്ത്രണവും ബാലൻസും കാലിന്റെയും കണ്ണിന്റെയും ഒക്കെ പിന്നെ കോൺസെൻട്രേഷൻ കിട്ടും. അതേപോലെ തന്നെ പന്ത് എറിയാൻ പറയുക, അത് പിടിക്കാൻ പറയുക. അതിലൂടെയൊക്കെ അവർക്ക് ഹാൻഡിന്റെയും ഐസിന്റെയും കോർഡിനേഷൻ ലഭിക്കും. മണലിൽ എഴുതാൻ പറയുമല്ലോ നമ്മള്, ഇതിലൂടെ അവർക്ക് പിടുത്തശേഷി ഇങ്ങനെ
പിന്നെ എന്തെങ്കിലും പിടിക്കാനുള്ള ശേഷിയും വിരലുകളുടെ കൃത്യതയും ചലനമൊക്കെ അവർക്ക് അതിലൂടെ ലഭിക്കും. ഇങ്ങനെ കുട്ടികൾക്ക് ചലനങ്ങൾ ശരിയായി ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകുക എന്നത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ അനിവാര്യ ഘടകമാണ്. ഓക്കെ അഞ്ജു, വെരി ഗുഡ്. കൂടുതൽ പറയാനായാലും ഒന്നുമില്ല. നമുക്ക് ഇവരുടെ മൂവ്മെന്റ്, കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുക, എപ്പോഴും എടുത്തോണ്ടിരിക്കുമ്പോ ചിലര് പറയില്ലേ അതിനെ തറയിലിരുത്തു, അല്ലെങ്കിൽ നടക്കുന്ന കുട്ടിയാണെങ്കിൽ നടക്കട്ടെ, കുറച്ച് നടക്കട്ടെ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അവർ വളരില്ല എന്നുള്ളത് പറയും. അത് തന്നെയാണ് അവരുടെ ബോഡിയുടെ മൂവ്മെന്റ്, അതിന്റെ കോർഡിനേഷൻ, ബാലൻസ്. അവർ ശരിക്കും ആ ചെറുപ്രായത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ നടന്നാണ് അവർക്ക് ആ ബോഡി കൺട്രോളും ബോഡി ബാലൻസും കോർഡിനേഷനും കറക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാം 4 വയസ്സായാലും ചില കുട്ടികൾ നടക്കുമ്പോൾ ആ ഒരു വേച്ചു പോകുന്ന പോലെയും അവരുടെ കാലുകൾ വെക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ നടക്കുമ്പോൾ ശരിക്കും കാലിന് മസിൽസിന് നല്ല മൂവ്മെന്റ് കിട്ടും. അതിന്റെ മസിൽസ് ഡെവലപ്പ്, ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ഈ ഓട്ടം, നടക്കുക അതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു സരിതയ്ക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലാംഗ്വേജ് എടുക്കാനായിട്ട് പറ്റും. നമ്മൾക്ക് ഇനി 2 ഏരിയ ഉണ്ട്, സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫും ലാംഗ്വേജും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ശരിയായ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സെൻസിറ്റീവ് ഏരിയയിലെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കുള്ളൂ. ശരിയല്ലാത്തൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ ഈ ഡെവലപ്മെന്റുകളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതായത് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കുട്ടിക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ആരോഗ്യത്തോടു കൂടി അത് വളരുന്ന പോലെയാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഈ ഏരിയകളെല്ലാം ഡൗൺ ആയി പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ഓക്കെ, പറയൂ. ഇന്ന് മാം നമ്മുടെ 6 സെൻസിറ്റീവ് പീരിയഡ്സിൽ സെൻസിറ്റിവിറ്റി ഓർഡർ, ലേണിംഗ് ത്രൂ ലൈഫ് സയൻസ്, ലേണിംഗ് ലാംഗ്വേജ്, വാക്കിംഗ് ആൻഡ് സ്മോൾ മൈൻഡ് സബ്ജക്ട്സ് വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലപോലെ ഷെയർ ചെയ്തു. മാമും ഞങ്ങൾക്ക് നിറയെ പോയിന്റ്സ് ഇതിൽ ഷെയർ ചെയ്തു തന്നു. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ മാമിനോട് എപ്പോഴും പറയാറുണ്ട്, ചെറിയൊരു തമിഴിലൊരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കവിത വായിച്ചപ്പോൾ നമ്മുടെ മോണ്ടിസോറീസിന് ഏകദേശം ബന്ധമുള്ളതുപോലെ തോന്നിയപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് சுமையில்லா புத்தகப்பை வேண்டும், சுவையான பாடங்கள் வேண்டும், அடிக்காத ஆசிரியர் வேண்டும், செடியோடு பேச வேண்டும், துள்ளி விளையாட வேண்டும், பள்ளிக்கு போகணுமா, சந்தோஷம் மலர வேண்டும். മീനിങ് വേറൊന്നുമില്ല മാം, നമ്മുടെ മോണ്ടിസറി സിലബസ് തന്നെയാണ്. വെയിറ്റ് ഇല്ലാത്ത സിലബസ് വേണം, സ്കൂളിലുള്ള ടീച്ചേഴ്സ് തല്ലാത്ത ടീച്ചേഴ്സ് വേണം, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെടിയോട് സംസാരിച്ച് പഠിക്കണം. കുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ ആഗ്രഹം ക്രിയേറ്റ് ചെയ്യണം. അതാണ് അതിലുള്ള ലൈൻസ്. വെരി ഗുഡ്. ഒരു പാട്ട് പാടുന്നു. ഏതായിരുന്നു 3rd ചാപ്റ്ററിലെ ടെസ്റ്റ് കൊടുത്തായിരുന്നോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണോ? ഇല്ല, കൊടുത്തിട്ടില്ല. അതും സെൽഫ് കൺസ്ട്രക്ഷൻ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് റെഡിയാണ്. ഇത് കൊടുക്കുന്നതിന്റെ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. അത് തന്നേക്കാം. ഓക്കെ മാം, അപ്പൊ നാളെ കാണാം മാം. താങ്ക് യു. നടക്കണം. താങ്ക് യു.